ഇനി നമ്മൾ കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെട്ട ഏറെ ദുരൂഹതയുണർത്തിയ ഒരു വാർത്തയുണ്ടായിരുന്നു. അത് കണ്ണൂർ വാണിയപ്പാറയിലെ ഉണ്ണിയേശു പള്ളിയിലെ സെമിത്തേരിയിൽ നിന്ന് ഒരു ദുരൂഹ വസ്തു കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ 38-ാം നമ്പർ കല്ലറയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ദുരൂഹ വസ്തു കണ്ടെടുത്തത് എന്നതാണ്. എന്താണ് അതിൻ്റെ ദുരൂഹത എന്നതാണ് നമ്മൾ ഇനിയും പരിശോധിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതു മുതൽ ഈ പായയിൽ പൊതിഞ്ഞ വസ്തു എന്താണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നതാണ്. അവിടെ നമ്മൾ നിരവധിയായ സംശയങ്ങൾ ഉയരുകയാണ്. ആ സംശയങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാരണം ഇങ്ങനെയൊരു ദുരൂഹ സാഹചര്യത്തിൽ കല്ലറയ്ക്കുള്ളിൽ നിന്നും ഒരു വസ്തു കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് സംവിധാനങ്ങൾ കുറച്ചുകൂടി വേഗത പുലർത്താത്തത് എന്നതാണ് പ്രാഥമികമായി ഉണ്ടാകുന്ന സംശയം. ഇതിപ്പോൾ ദിവസങ്ങളായി കല്ലറയിൽ നിന്ന് ഇങ്ങനെ ഒരു വസ്തു കണ്ടെടുത്തിട്ട് എന്തുകൊണ്ട് കല്ലറ വിശദമായി പരിശോധിക്കാൻ പോലീസ് സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ സംശയം, എന്തുകൊണ്ട് ഇതിൽ ശാസ്ത്രീയമായ പരിശോധന, നമുക്കറിയാം ഫോറൻസിക് പരിശോധന നടത്താറുണ്ട്, DNA പരിശോധന നടത്താം, ഇത് മൃതശരീരത്തിൻ്റെ അവശിഷ്ടമാണോ എന്നതൊക്കെ ഉൾപ്പെടെ പരിശോധിക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട്. ഇപ്പോഴത്തെ പള്ളിയിലെ ഡോക്യുമെൻറ്റുകൾ അനുസരിച്ച് കല്ലറ അവസാനം തുറന്നിട്ടുള്ളത് 2015 ആണ്. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ 38-ാം നമ്പർ കല്ലറ തുറക്കുകയും അവിടെ ഒരു മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ജെയിംസ് എന്നാണ് ആ പേര് എന്നതാണ് ഓർമ്മ. അങ്ങനെയെങ്കിൽ ഈ മൃതദേഹം ജെയിംസിൻ്റേതാണോ? അനായാസം കണ്ടെത്താൻ സാധിക്കും. മാത്രവുമല്ല 10 വർഷമായി അടക്കം ചെയ്തിട്ടുള്ള ഒരു മൃതദേഹം സ്വാഭാവികമായും അത് എത്രത്തോളം അഴുകിയിട്ടുണ്ടാകാം. ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ അനായാസം കണ്ടെത്താം. മാത്രവുമല്ല പള്ളി രേഖയിൽ മറ്റേതെങ്കിലും മൃതദേഹങ്ങൾ അടക്കം ചെയ്തതായി ഉണ്ടോ? അന്ന് മൃതദേഹം പായയിൽ പൊതിഞ്ഞാണോ അടക്കം ചെയ്തത്? 10 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മൃതദേഹം എങ്ങനെയാണ് അടക്കം ചെയ്തത് എന്നതിൻ്റെയൊക്കെ ഏകദേശ സ്വഭാവം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അടക്കം ചെയ്ത സമയത്ത് അതിന് ഭാഗമായിട്ടുള്ളവരിൽ നിന്നൊക്കെ ശേഖരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും സംശയം ബാക്കിയാകുന്നത് ഇതൊരു മൃതദേഹമാണോ എന്നതാണ്. മൃതദേഹമാണ് എങ്കിൽ അതിൻ്റെ പഴക്കം കണ്ടെത്താൻ എന്താണ് ബുദ്ധിമുട്ട്? അവിടെയാണ് നിരവധിയായ സംശയങ്ങൾ ഉയരുന്നത്. പോലീസ് അടക്കം ഇതിലൊരു മെല്ലെപ്പോക്ക് സമീപനം സ്വീകരിക്കുകയാണോ? പ്രത്യേകിച്ച് പള്ളി അധികൃതർ ഉൾപ്പെടെ ഇതിൽ അന്വേഷണത്തോട് സഹകരിക്കാമെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇതുമായി ചേർത്ത് വയ്ക്കാനുള്ളത്, കാണാതായിട്ടുള്ള സിജോ എന്ന വ്യക്തിയുടേതാണോ ഈ മൃതദേഹം എന്ന സംശയമാണ്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ബൈജു, ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ നിലയിൽ ഇത്തരം സംശയാസ്പദമായ ഒരു വസ്തു, പ്രത്യേകിച്ച് മൃതദേഹം എന്ന് സംശയിക്കുന്ന ഒരു വസ്തുവൊക്കെ ലഭ്യമായാൽ അതിവേഗം അതിൻ്റെ അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഇതൊരു ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന നടത്തുന്നതിനും ഒക്കെ മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ആ നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ട സമയം ഇഴയുന്നു എന്നല്ലേ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബൈജു? തീർച്ചയായും അഭിലാഷ, ഇപ്പോൾ 10 ദിവസമായിരിക്കുന്നു, തുടർച്ചയായ ഒരാഴ്ചയോളമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. മാത്രമല്ല പള്ളി വികാരിയും ഇടവക അംഗങ്ങളും നാട്ടുകാരും ഒരുപോലെ പറയുന്നു, എന്താണ് ഈ ഒരു വസ്തു, അത് പരിശോധിക്കണം, അതിലൊരു വ്യക്തത വരുത്തണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ കരിക്കോട്ടകരി പോലീസിന് ഇത് ചെവി കേൾക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. നിലവിൽ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2015 ഏറ്റവും ഒടുവിലായി അവിടെ ഒരു സംസ്കാരം നടന്നിട്ടുണ്ട്. അതോടൊപ്പം 2006 ഇങ്ങനെ 38-ാം കല്ലറയിൽ 2 മൃതദേഹങ്ങളാണ് അടക്കം ചെയ്തിട്ടുള്ളത്. പക്ഷേ 2006 ഇത്രയും വർഷം ഇങ്ങനെ ഒരു കാലപ്പഴക്കം കാരണം ആ മൃതദേഹത്തിന് അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തലാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഈ മേഖല വിദഗ്ധരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ചാക്കിൽ കെട്ടിയ നിലയിലുള്ള അത് മൃതദേഹം എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കാരണം 2 മൃതദേഹവുമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അത് തുറക്കാതെ തന്നെ സ്ഥിരീകരിക്കുന്നു. എന്തുകൊണ്ടോ പോലീസിന് ഇത് തുറക്കാൻ ഇപ്പോൾ മുൻകൈ എടുക്കുന്നില്ല എന്ന ചോദ്യം വരുന്നു. ഇന്നലെയാണ് പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഫാദർ ഇപ്പോൾ ഈ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസിന് ഇവിടെ എത്താം, ഇത് കല്ലറയിൽ തുറന്ന് ഈ വസ്തു എന്താണെന്ന് പരിശോധിക്കാം. അങ്ങനെ അത് മൃതദേഹമാണെങ്കിൽ DNA ഉൾപ്പെടെയുള്ള അത്തരം പരിശോധനകളിലേക്ക് കടക്കേണ്ടി വരും. അതോടൊപ്പം ഇൻക്വിസ്റ്റ് നടപടികൾ നടത്തേണ്ടി വരും. RDOയുടെ മറ്റ് അനുവാദം വേണ്ടി വരും, അത്തരം നടപടികൾക്ക്. പക്ഷേ ഇതെന്താണ് ഈ ഒരു
കല്ലറയിൽ കണ്ടെത്തിയ വസ്തു അത് വളരെ പ്രധാനമാണ്. ഏതായാലും ഇത് മൃതദേഹമാണ് 2006-ലെയും 2015-ലെയും എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇതിൽ ദുരൂഹതയുണ്ട്. ഇത് 2015-ന് ശേഷമുള്ള ഒരു മൃതദേഹം പോലെ അത്ര വലിയ പഴക്കമില്ല എന്ന് പള്ളി കമ്മിറ്റി പറയുന്നു. അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ഇതിലുണ്ട് എന്നതാണ് വലിയ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു വസ്തുതക്കിടയാക്കുന്നത്. എന്തായാലും ഇത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഇതിൽ പ്രാഥമികമായ ഒരു നടപടി എടുക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. അത്തരം നടപടികളിലേക്ക് ഇതുവരെ പറയുന്നത് ഇതിൽ ദുരൂഹതയൊന്നുമില്ല എന്നാണ് പ്രാഥമികമായി പറയുന്നത്. പക്ഷേ പള്ളി അധികൃതർ പോലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ നടപടി വൈകുന്നു എന്ന സംശയം ഉയരുന്നത്. തീർച്ചയായും അവിടെ ബൈജു നമുക്ക് ചേർത്ത് വയ്ക്കാൻ പോകുന്ന മറ്റൊരു വിവരം കൂടി എന്നത് ഈ പ്രദേശത്ത് നിന്ന് കാണാതായ ഒരാളുണ്ട്. സിജോ സ്കറിയ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. അപ്പോൾ ചില ആളുകൾ, പ്രത്യേകിച്ച് സിജോയുടെ ബന്ധുക്കളടക്കം സംശയിക്കുകയാണ് ഇപ്പോൾ ഈ സെമിത്തേരിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള, അതായത് 38-ാം നമ്പർ കല്ലറയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വസ്തു എന്നത് ഒരു മൃതദേഹമാണോ? മൃതദേഹം ആണ് എങ്കിൽ അത് ഈ സൂചിപ്പിക്കുന്ന സിജോയുടെ മൃതദേഹം ആണോ എന്ന സംശയമാണ്. ആലപ്പാട് സ്വദേശി ആണ് ഈ സിജോ സ്കറിയ എന്ന വ്യക്തി. സിജോയുടെ ഒരു ദുരൂഹമാർന്ന കാണാതാകൽ ആണ്. സിജോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ പോലും ഈ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ സിജോ ഇത് കാണുന്നുണ്ടോ എന്നൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ സിജോയുടെ ബന്ധുക്കൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. സിജോ മരണപ്പെട്ടിട്ടുണ്ടോ, സിജോയെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ്. സിജോ വിവാഹം കഴിച്ചത് വാണിയംപാറയിൽ നിന്നാണ് എന്നുള്ളതാണ്. ഈ വാണിയംപാറയിലേക്ക് സിജോ പോയി എന്നതായിരുന്നു സിജോയുടെ കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ. അതേസമയം വാണിയംപാറയിൽ സിജോയുടെ ഭാര്യ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത് സിജോയുടെ വീട്ടിൽ തന്നെയാണ് എന്നതാണ്. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്ത് തന്നെയാണ് എങ്കിലും 2014 മുതൽ സിജോയെ കാണാനില്ല എന്നത് വസ്തുതയാണ്. കാരണം ഈ രണ്ട് കുടുംബാംഗങ്ങളും, ഭാര്യയുടെ വീട്ടുകാരും ഒപ്പം സിജോയുടെ കുടുംബവും പരസ്പരം ഒക്കെ സംസാരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2014 മുതൽ സിജോ മിസ്സിംഗ് ആണ്. ഒരു കടയിൽ പോകുന്നു എന്ന് പറഞ്ഞ് സിജോ പോയതാണ്. പിന്നീട് സിജോ തിരികെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ സിജോ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഈ സിജോയെ കാണാനില്ല എന്ന് കാണിച്ച് കുടുംബാംഗങ്ങൾ ഒരു പരാതി നൽകിയിരുന്നു. അത് പക്ഷേ 2021-ലാണ്. അത് പ്രേക്ഷകർ ഓർക്കുക. 2014 മിസ്സിംഗ് ആയ ഒരാളാണ്. അവിടെയാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടായത്. സിജോ സ്വന്തം വീട്ടിലെന്ന് ഭാര്യയുടെ കുടുംബം പ്രതീക്ഷിച്ചു, ഭാര്യയുടെ വീട്ടുകാരോടൊപ്പമെന്ന് സിജോയുടെ കുടുംബവും പ്രതീക്ഷിച്ചു എന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും 2021 ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് പരാതി ലഭിച്ചത്. അവിടെയാണ് ഷിജോയുടെ ഈ മിസ്സിംഗ് കേസ് കാര്യക്ഷമമായി പോലീസ് അന്വേഷിച്ചില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരാക്ഷേപം കൂടി ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.